പശ്ചിമ ബംഗാളിലെ സിലിഗുരി സഫാരി പാർക്കിൽ അക്ബർ എന്ന ആൺസിംഹത്തെയും സീത എന്ന പെൺസിംഹത്തെയും ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴത്തെ വാർത്ത. ഈ രണ്ട് സിംഹങ്ങളെ ഒരുമിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്നതാണ് പ്രധാന പ്രശ്നം. ഇവിടെയും വർഗീയത വളർത്തി വിശ്വ ഹിന്ദു പരിഷത്ത് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എന്തൊരവസ്ഥയാണിത്! മൃഗങ്ങളെ പോലും വെറുതെ വിടാത്ത കുറേ മനുഷ്യജന്മങ്ങൾ. സംഭവമൊന്ന് വിശദീകരിക്കാം. ഈ ആഴ്ച ആദ്യം ത്രിപുരയിലെ സെപാഹിജാല സുവോളജിക്കൽ പാർക്കിൽ നിന്ന് കൊണ്ടുവന്ന സീതയെയും അക്ബറിനെയും ഒരേ വളപ്പിലാണ് പാർപ്പിച്ചിരുന്നത്. ഇതോടെയാണ് മതനിന്ദ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി VHP ബംഗാൾ ഘടകം കൽക്കട്ട ഹൈക്കോടതിയിലെ ജൽപായ്ഗുരി സർക്യൂട്ട് ബെഞ്ചിൽ ഹർജി നൽകിയത്. ലൈവ് ലോ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഫെബ്രുവരി 16-ന് ജസ്റ്റിസ് സൗഗത ഭട്ടാചാര്യയുടെ ബെഞ്ചിനു മുൻപാകെ എത്തിയ ഹർജി വാദം കേൾക്കാൻ ഫെബ്രുവരി 20-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി ഈ സംഘടനയുടെ വാദമാണ് ശ്രദ്ധേയമായത്. അക്ബറിനെ സീതയ്ക്കൊപ്പം പാർപ്പിക്കുന്നത് ഹിന്ദു മതത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നായിരുന്നു VHPയുടെ വാദം. സിംഹത്തിന്റെ പേര് മാറ്റണമെന്നാണ് സംഘടനയുടെ പ്രധാന ആവശ്യം. ഫെബ്രുവരി 13-ന് സിംഹങ്ങൾ ഇവിടേക്ക് എത്തുന്നതിനു മുൻപ് തന്നെ പേരിട്ടിരുന്നതായി വനംവകുപ്പ് അധികൃതർ പറയുന്നുണ്ട്. നിലവിൽ ഔദ്യോഗിക നാമകരണ ചടങ്ങിനായി കാത്തിരിക്കുകയാണെന്നാണ് സിലിഗുരി സഫാരി പാർക്കിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അറിയിച്ചത്. മൃഗങ്ങളുടെ കൈമാറ്റത്തിന്റെ ഭാഗമായി ബംഗാളിലെ സഫാരി പാർക്കിൽ യഥാക്രമം IL 26, IL 27 എന്നിങ്ങനെ കോഡുകളുള്ള ഒരു ആൺസിംഹവും പെൺസിംഹവും എത്തിയതായും അതിൽ പെൺസിംഹത്തിന് സീത എന്ന് പേരിട്ടതായും മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് അറിഞ്ഞതായി പരിഷത്തിന്റെ വടക്കൻ ബംഗാൾ ഘടകം അറിയിച്ചിട്ടുണ്ട്. ഭാവിയിൽ സുവോളജിക്കൽ പാർക്കിലെ ഒരു മൃഗത്തിനും ഒരു മതത്തിന്റെയും ദേവന്മാരുടെയും ദേവതകളുടെയും പേര് നൽകരുതെന്ന് VHP ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീരാമന്റെ ഭാര്യയായ സീത ലോകമെമ്പാടുമുള്ള എല്ലാ ഹിന്ദുക്കൾക്കും ഒരു വിശുദ്ധ ദേവതയാണെന്നും പൂച്ചവർഗത്തിൽപ്പെട്ട ഒരു ജീവിക്ക് ആ പേര് നൽകിയത് തെറ്റാണെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ആണയിട്ടു പറയുന്നു. അത്തരം പ്രവൃത്തി ദൈവനിന്ദയ്ക്ക് തുല്യമാണ്. അത് എല്ലാ ഹിന്ദുക്കളുടെയും മതവിശ്വാസത്തിന് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണെന്നും അവർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അക്ബർ 7 വയസ്സുള്ള പൂർണ്ണ വളർച്ചയെത്തിയ ആൺസിംഹമാണ്. ഇതിന്റെ ഇണ സീത 5 വയസ്സുള്ള സിംഹമാണെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇരുവർക്കും ഇതിനകം പരസ്പരം നന്നായി അറിയാമെന്നും പാർക്ക് അധികാരികൾ വിജയകരമായ ക്യാപ്റ്റീവ് ബ്രീഡിംഗ് ശ്രമത്തെക്കുറിച്ച് പ്രതീക്ഷയിലാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. അതേസമയം കഴിഞ്ഞ ഫെബ്രുവരി 14-ന് ഉത്തർബംഗ സമ്പദ് എന്ന പത്രത്തിൽ പങ്കാളിയെ തേടി അസ്വസ്ഥയായ സീത എന്ന തലക്കെട്ടോടെ ഒരു വാർത്തയും ചിത്രവും പ്രസിദ്ധീകരിച്ചിരുന്നു. വാർത്തയിൽ ആൺസിംഹത്തിന് അക്ബർ എന്ന് പേര് നൽകിയതായി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് VHP വനംവകുപ്പിന് നേരെ തിരിഞ്ഞത്. തുടർന്നാണ് പരാതിയുമായി കോടതിയെ സമീപിച്ചതും. ഏതായാലും ഇത്തരം വർഗീയ മനോഭാവത്തെ കൊലവിളിച്ചാണ് സമൂഹ മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുത്തിരിക്കുന്നത്. ഇവർക്കു നേരെ സമൂഹ മാധ്യമത്തിൽ തലങ്ങിൽ നിന്നും വിലങ്ങിൽ നിന്നും അക്രമം നടക്കുകയാണ്. പർദ്ദയിട്ട സിംഹത്തിന്റെ ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ മുഴുവനും വൈറലായി മാറിയിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ഇന്ത്യയിൽ അരങ്ങേറുന്നത് കണ്ടു നിൽക്കാവുന്നതിലും അപ്പുറമാണ്. ഇത്തരം ചിന്തകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നാണക്കേടെന്ന് പറയാതെ വയ്യ.